ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ വേഗത്തിലാക്കുകയാണ് ബി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനു മുൻപേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. അടുത്തിടെ നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചത് ഗുണകരമായെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്തതെന്നാണ് ബി. നേതൃത്വം കരുതുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലോക്സഭാ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ ബി. ഒരുങ്ങുന്നത്. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചത് എങ്ങനെ ഗുണം ചെയ്തുവെന്നത് സംബന്ധിച്ച് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സംസ്ഥാന അധ്യക്ഷന്മാർ 2 ദിവസത്തെ ബി. ദേശീയ ഭാരവാഹി യോഗത്തിൽ വിശദീകരിച്ചിരുന്നു. ആദ്യ 2 സ്ഥാനാർത്ഥി പട്ടികയിലെയും നേതാക്കളിൽ വലിയ പങ്കും വൻ വിജയം സ്വന്തമാക്കിയെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. ഇതോടെ ജനുവരിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ബി. ആലോചിക്കുന്നത്. ഫെബ്രുവരിയിലായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ഏതാനും പ്രമുഖരോടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടേക്കും. നേരത്തെ കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്ന മധ്യപ്രദേശിൽ പിമാരെ തന്നെ കളത്തിലിറക്കിയായിരുന്നു ബി. തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കേന്ദ്രമന്ത്രിയടക്കം 6ഓളം പിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. ഇവരോട് MLA-മാരായി തുടരാനും MP സ്ഥാനം രാജിവെക്കാനും നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. ഇവരിൽ ചിലർ നിലവിൽ മന്ത്രിമാരാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 375 വരെ സീറ്റുകൾ നേടുമെന്നാണ് ബി. നേതൃത്വം അവകാശപ്പെടുന്നത്. ഉത്തരേന്ത്യയിൽ ഇക്കുറി നിരവധി സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കുമെന്നുമാണ് നേതൃത്വം ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ട്. കർണാടക, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ബി. പ്രതീക്ഷ പുലർത്തുന്നത്. ഇതിനിടെ കേരളം പിടിക്കാനുള്ള കളികളും ബി. പയറ്റുന്നുണ്ട്. പ്രധാനമന്ത്രി വീണ്ടും ക്രൈസ്തവ നേതാക്കളെ നേരിട്ടു കാണുമെന്നാണ് ബി. പറയുന്നത്. പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ക്രിസ്തുമസ് ദിനത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കൾക്കും മറ്റു പ്രമുഖർക്കും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വിരുന്ന് നൽകിയിരുന്നു. ഇതിന് നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നാണ് ബി. പറയുന്നത്. സഭാ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉൾപ്പെടെ 60 പേരായിരുന്നു പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്നിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു വിരുന്ന്. കേരളം, ഡൽഹി, ഗോവ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ സഭാധ്യക്ഷന്മാർക്കായിരുന്നു പ്രധാനമായും ക്ഷണം ലഭിച്ചത്. ആദ്യമായാണ് ലോക് കല്യാൺ മാർഗിലെ മോദിയുടെ വസതിയിൽ ക്രിസ്തുമസ് വിരുന്ന് ഒരുങ്ങുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി. ഉറച്ച പ്രതീക്ഷ. ഇടക്കാലത്ത് മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായുള്ള പാർട്ടിയുടെ അകൽച്ച വർദ്ധിപ്പിച്ചുവെന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ഇത് മറികടക്കാനാണ് പുതിയ നീക്കവുമായി ബി. രംഗത്ത് വരുന്നത്. അതിന്റെ ആദ്യഘട്ടമായിട്ടാണ് പ്രധാനമന്ത്രി ക്രിസ്തുമസ് വിരുന്ന് സംഘടിപ്പിച്ചത്.